വലിയ കയറ് വല്ലതും
ഇവിടുത്തെ ഒരേ ഒരു ജംഗ്ഷനാണിത്. അവിടെ നിന്ന് അങ്ങോട്ട് കഴിച്ചു. ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി ഒന്നുമില്ല, ചായയും കടിയും. അങ്ങനെ ഇന്ന് നമ്മൾ നേരെ അക്വാഡേറ്റിലെടുത്തോട്ട് പോവാണ്. ചാലിയക്കര അക്വാഡേറ്റ്. ഇതുണ്ടോ, അടിപൊളി എസ്റ്റേറ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇത് ഇവിടുത്തെ ശാലിയക്കര എന്നാണ് പറയുന്നത് അല്ലേ? ശാലിക്കര. ഇത് ഇവിടുത്തെ തൊഴിലാളികളുടെയൊക്കെ വീടാണ്. ലയം എന്നാണ് പറയുന്നത് അല്ലേ? ലയത്തിലെ വീടാണ്. ഒരുപാട് പണ്ടുതൊട്ടേ ഉള്ള കേട്ടോ. ഇവിടുത്തെ ഒരു അമ്പലമാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ വീട് കേട്ടോ. ഇത് ഒറ്റ ഒരു ഇതിലകത്ത് പണിഞ്ഞേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അടിപൊളി. ചാലിയക്കര എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, ഇതൊരു ചെറിയൊരു തനി ഗ്രാമപ്രദേശം തന്നെയാണ് ചാലിയക്കര എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പക്ക ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും ആയിട്ടില്ല ഇതുവരെയും. അപ്പം പല ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫോട്ടോസ് വീഡിയോസും ഒക്കെ ഇട്ട് അങ്ങനെ വൈറലായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ ചാലിയക്കര എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കഴിക്കാനുള്ള ഫുഡിൻ്റെ ഫെസിലിറ്റീസോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതുപോലെ തന്നെ വണ്ടിയിലാണെങ്കിൽ എണ്ണ അടിക്കാനോ പെട്രോൾ പമ്പോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ നേരത്തെ കരുതിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. നിങ്ങൾക്ക് വെള്ളമൊക്കെ മേടിക്കാനാണെങ്കിൽ അത്യാവശ്യം നമ്മളിപ്പോൾ കണ്ട ചാലിയക്കര ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ആ ഒരു വെള്ളവും അത്യാവശ്യം വേണ്ട സ്നാക്സും ചായയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമുക്ക് പണി കിട്ടിയതാണ്. കാരണം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അത്യാവശ്യമുള്ള ചായയും സ്നാക്സും കഴിച്ചിട്ട് നമ്മൾ നേരെ അക്വാഡേറ്റിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നിയറസ്റ്റ് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ട്, എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് പുനലൂർ തന്നെയാണ് വരേണ്ടത്. അപ്പം പുനലൂരാണ് ഇവർക്ക് ഏറ്റവും അടുത്തുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് പക്ക ഒരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അക്വാഡേറ്റിലേക്കാണ്. അപ്പോൾ ഇനി അക്വാഡേറ്റിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. ഒക്കെ കണ്ടു കേട്ടോ. അവിടെ ഒരു മയിലുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്ന പറഞ്ഞുകൂടാ. എന്തേ അവൻ പോയോടെ? ഇല്ല, അതോടെ ഇരിക്കുന്നത്. ഇനിയുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ വന്ന ടീംസാണ് അവന്മാർ. അവിടെ ഫോട്ടോ എടുക്കാം. നമുക്ക് അക്വാഡേറ്റിൽ പോകണമെങ്കിൽ ഇതാണ്ട് ഈ റൂട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ അക്വാഡേറ്റിലോട്ട് പോകുന്ന ആ ഒരു റോഡെന്ന് പറയുന്നത്. അപ്പം അയ്യോ, ഓക്കെ, ഇവിടെ അങ്ങോട്ട് ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്ന ഏത് ആ റൂട്ടെന്ന് പറയുന്നത് മാമ്പഴത്തറ. ആ റൂട്ടാണ് മാമ്പഴത്തറ. നമ്മുടെ ശാലിയക്കര നമ്മൾ എത്തിയിരിക്കുകയാണ്. ശാലിയക്കര എന്നൊക്കെ പറയുന്നെങ്കിലും ചാലിയക്കര എന്നാണ് എല്ലാവരും പറയുന്നത്. ശാലിയക്കരയൊക്കെ ഇംഗ്ലീഷുകാർ പറയുന്ന ഒരു പേരാണ്. അപ്പോൾ നമ്മൾ ശാലിയക്കര അക്വാഡേറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ അടിപൊളി ഒരു നല്ല കാഴ്ചകളാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടു കാണും. എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ വന്ന് കയറുമ്പം ആദ്യം കാണുന്ന ഒരു വലിയൊരു കിണർ പോലത്തെ സംഭവമുണ്ട്. അത് നിങ്ങളെ ആദ്യം കാണിച്ചു തരാം. നമ്മൾ ആ ഒരു വഴിയാണ് ഇങ്ങോട്ട് വന്നത്. ആ വരുന്ന വഴി അടിപൊളിയാണ് കേട്ടോ. കുറച്ച് കാടൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്ലേസാണ്. അപ്പം നമ്മൾ വന്ന് ഇതിലേക്കൂടാണ് നമുക്ക് കയറാനുള്ളത്. നമ്മൾ വന്ന ജംഗ്ഷനിൽ കൂടെ നമുക്ക് കയറാൻ പറ്റും, പക്ഷേ അതിലേക്കൂടെ നമ്മൾ കയറിയില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്കൂടെ വന്നാൽ മാത്രമേ നമുക്ക് വണ്ടി അകത്തോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചപ്പോൾ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കിണർ സംഭവം, എന്തോ ഒരു സംഭവം ഉണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എന്താ സംഭവം എന്ന് എനിക്കും മനസ്സിലായില്ല സാധനം. അപ്പം ഇവിടെ വന്നപ്പോൾ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ച്, നമ്മളെല്ലാവരും ചാലിയക്കര എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്നുണ്ട് ശാലിക്കര അക്വാഡേറ്റ് എന്നാണ് ഇരിക്കുന്നത്. ശരിക്കും ഇംഗ്ലീഷുകാരിട്ട പേരാണ് ശാലിക്കര. അവർക്ക് ചാലിയക്കര എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ശാലിക്കര എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ശാലിക്കര എന്നാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടു ശാലിക്കര എസ്റ്റേറ്റ്. അങ്ങനെ നമ്മൾ കണ്ട ആ ഒരു കിണറെന്ന് പറയുന്നത് ഇതാണ്. ഇത് ശരിക്കും ഒരു കിണറാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്കും മനസ്സിലായിട്ടില്ല. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ചാലിയക്കരയുടെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊന്നും ആരും ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അതിശയിച്ചു പോയി, ഈ ഒരു സംഭവം എന്തുവാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കെന്തോ വെള്ളത്തിൻ്റെ എന്തോ സംഭവമാണ്. പക്ഷേ എന്തോ ഇവിടെ എന്താ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ പ്രദേശം നമ്മുടെ അക്വാഡേറ്റൊക്കെ ഇവിടെ എന്നാൽ കാണാൻ പറ്റും കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയെന്ന് പറയുന്നത് കേട്ടോ. മൊത്തത്തിലൊരു പച്ചപ്പാണ്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അവിടെ നിന്ന് നല്ല ഒഴുക്കുണ്ട്. ചെറിയൊരു കനാല് പോലെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു ഡാമിൻ്റെ ഒരു ഷട്ടറൊക്കെ പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. അതും എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ അക്വാഡേറ്റിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ശരിക്കുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. ശരിക്കും വീഡിയോസിനകത്തൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടപ്പം
അതിൽ ഗംഭീരം കേട്ടോ, ഒന്നും പറയാനില്ല. അത് കാഴ്ചകൾ തന്നെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഓരോ സ്ഥലത്തും ഒരു ചെറിയ സംഭവം ഉണ്ടായി തന്നെ അത് ഭയങ്കരമായിട്ട് തോന്നും. അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും ഇതൊരു പാലമല്ല, ഇതെന്ന് പറഞ്ഞാൽ അക്വാഡക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ അക്വാഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മലകൾക്കിടയിലുള്ള ഒരു ജലപാതയാണ്. അത് ജലത്തിന് ഒഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാതയാണ് അക്വാഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പലർക്കും വിചാരമുണ്ട് ഇതൊരു പാലമാണ്, പക്ഷേ പാലമല്ല, ഇതൊരു അക്വാഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പാലത്തിന് തൊട്ട് താഴെ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആറല്ല, ഈ പാലത്തിനുള്ളിൽ കൂടെ തെന്മല ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും അതിൻ്റെ മുകളിൽ കൂടെ വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ടൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇതൊരു അക്വാഡക്റ്റ് ആണ്. എന്തായാലും ഈ ചാലിയാക്കരയുടെ അക്വാഡക്റ്റിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും കുറച്ച് കാഴ്ചകളോടെ നിങ്ങളെ കാണിക്കാനുണ്ട്. ഇത് നമ്മളൊരു കൊല്ലം സീരിയസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ കൊല്ലത്തെ കാഴ്ചകൾ ഇനിയും ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഈ അക്വാഡക്റ്റിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ കുറേ കാഴ്ചകൾ ഇനിയും ഉണ്ട്. ഇനിയും നമ്മളൊരു വീഡിയോ ഒരു ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് അടുത്തൊരു പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ ഒരു ചാലിയാക്കര അക്വാഡക്റ്റിൻ്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, തുടരും. വീണ്ടും ചാലിയാക്കരയുടെ ബാക്കി കാഴ്ചകളുമായിട്ട് വരുന്നവരെ ഓക്കെ, ബൈ ബൈ, സീ യു.